വിശദമായ വാർത്തകളിലേക്കാണ്. തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും യുവതിയെ തള്ളിയിട്ടു. കേരള എക്സ്പ്രസിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് സംഭവം. മദ്യപിച്ച് കമ്പാർട്ട്മെന്റിലെത്തിയ ആളാണ് അതിക്രമം നടത്തിയത്. വിവരങ്ങളുമായി മീരയുണ്ട്. മീര മനോഹരൻ. മീര, എന്താണ് സംഭവിച്ചത്? എന്താണ് ഇപ്പോൾ കിട്ടുന്ന വിവരം? അരുണ്യ, തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട കേരള എക്സ്പ്രസിലാണ് ഈ സംഭവം. അതും ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവതിയെ തള്ളിയിടുകയായിരുന്നു. ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ തന്നെ മദ്യപിച്ചെത്തിയ ആളാണ് ഇത്തരത്തിലൊരു അതിക്രമം കാണിച്ചതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കേരള എക്സ്പ്രസിൽ സഞ്ചരിക്കുകയായിരുന്ന ഈ യുവതി ആലുവയിലേക്കായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത്. വർക്കല അയന്തി മേൽപ്പാലത്തിന് സമീപം എത്തുമ്പോഴേക്കുമായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്. എന്തായാലും യുവതിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ ആളെ കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. യുവതിയുടെ പക്കലുള്ള ATM കാർഡ് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുമ്പോൾ ഗീത എന്നാണ് പേരെന്ന് പ്രാഥമികമായി നമുക്കൊരു വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും യുവതിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ, വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് നിന്നും ആലുവയിലേക്ക് പോകുന്ന അത്തരത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ട്രെയിനിലാണ് ഇത്തരത്തിൽ, കേരള എക്സ്പ്രസിലായിരുന്നു ഇത്തരത്തിൽ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരു അതിക്രമം നടന്നത്. എന്തായാലും യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾക്കുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അരുണ്യ, മീര, ഈ സമയത്ത് മറ്റ് സഹയാത്രികർ ആരൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും ട്രെയിനിൽ? ആരെങ്കിലും ഈ സംഭവം നേരിൽ കണ്ടവരോ മറ്റോ ഉണ്ടോ? പ്രാഥമികമായി നമുക്ക് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. നിലവിൽ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ട്രെയിനിൽ നിന്നും വീഴുന്ന സാഹചര്യത്തിൽ എതിർദിശയിൽ നിന്ന് വന്ന മെമു ട്രെയിൻ നിർത്തുകയും, പെട്ടെന്ന് ഇത്തരത്തിലൊരു അവസ്ഥ കണ്ട് നിർത്തുകയും, തുടർന്ന് അവരാണ് ഇത്തരത്തിൽ യുവതിയെ ആശുപത്രിയിൽ ഉൾപ്പെടെ എത്തിച്ചത്. ഈ ആളെ പറ്റിയോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നില്ല. വരുന്ന സമയത്തുൾപ്പെടെ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകും. ഇയാളെ കുറിച്ചും തള്ളിയിട്ട സാഹചര്യത്തെ കുറിച്ചും ഉണ്ടാകും. സഹയാത്രികളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. നിലവിൽ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട കേരള എക്സ്പ്രസിലാണ് ഈ ഒരു സംഭവം. അരുണ്യ, ശരി. ഏതായാലും പ്രതിക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളാണ് മീര പങ്കുവച്ചത്.